ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് വിഗ്യാൻ ഭവനിൽ 3 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത ജ്ഞാനേഷ് കുമാറും അതോടൊപ്പം തന്നെ SS സന്ധുവും ഇന്ന് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്നായിരിക്കും തീയതികൾ, അല്ലെങ്കിൽ എത്ര ഘട്ടങ്ങളിലായിട്ടായിരിക്കും തീയതികൾ തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇപ്പോൾ അവർ ഒരു വ്യക്തതയും അവരുടെ സൂചനകളൊന്നും തന്നെ നൽകുന്നുമില്ല. ഏതായാലും വിവിധ ഘട്ടങ്ങളിലായിരിക്കും, 5-ലധികം ഘട്ടങ്ങളിൽ നടക്കുമെന്നുള്ള കാര്യം മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നുണ്ടാകുമെന്നുള്ള വലിയ നിർണായകമായൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ രംഗത്താണ്. 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. 2ാം ഘട്ടം വരെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മെയ്യിലേക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഈ പ്രചരണം സസ്റ്റെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ കടമ്പയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്ന് എത്ര ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കും, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എങ്ങനെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരും. സ്വാഭാവികമായിട്ടും വലിയ സംസ്ഥാനങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. UP, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ. എന്നോടൊപ്പം ഇപ്പോൾ ബാലു, എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ എത്ര ഘട്ടങ്ങളിലായിട്ട് നടക്കുമെന്നുള്ള സംബന്ധിച്ചിട്ട്? 6 മുതൽ 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് ഒരു പ്രാഥമികമായ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് അറിയുന്നത്. 2019 7 ഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇത്തവണയും ഏതാണ്ട് 6 മുതൽ 7 ഘട്ടം എന്നാണ് ഇപ്പോൾ കമ്മീഷൻ പറയുന്നത്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം മെയ് അവസാന വാരത്തിന് മുമ്പ് ഈ പ്രക്രിയ എല്ലാം തീർക്കേണ്ടതായുണ്ട്. കാരണം ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ, അരുണാചൽ പ്രദേശിലും സിക്കിമിലും ജൂൺ ആദ്യവാരം ഈ നിയമസഭകളുടെ കാലാവധി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മെയ് അവസാന വാരത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏപ്രിൽ 2ാം വാരത്തിൽ ആരംഭിച്ച് 2ാം വാരത്തിലോ 3ാം വാരത്തിൻ്റെ തുടക്കത്തിലോ ആരംഭിച്ച് മെയ് അവസാന വാരം തീർക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ്, ഒരു ഷെഡ്യൂളിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ് ഇന്ന് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വൈകിട്ട് 3 മണിക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? കഴിഞ്ഞ തവണ ഏപ്രിൽ 23-ന് 3ാം ഘട്ടത്തിലായിരുന്നു. അത് ഘട്ടത്തിൽ ഏപ്രിൽ 23-നായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഈ വളരെ വിശദമായ ചർച്ചകൾ ഈ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഈ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയൊക്കെ ആയിട്ട് നടന്നിരുന്നു. എന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ കേരളത്തിൽ അതായത് നമ്മൾ ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, ഒന്ന് നമ്മുടെ ഉത്സവകാലങ്ങളൊക്കെ വരികയാണ്, ഈസ്റ്ററും വിഷുവും ഒക്കെ വരികയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് മുങ്ങിപ്പോകുമോ? ഈ ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂടിന് ഉത്സവ ചൂടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ചില ആശങ്കകൾ ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായും ഈ തീയതി എപ്പോഴത്തേക്കാകുമെന്ന് മലയാളികൾക്ക് ഒരു ആശങ്കയുള്ളത്. അല്ല, അത് സ്വാഭാവികമായിട്ട് അതാണ്. ഏപ്രിൽ വിഷു കഴിഞ്ഞ് മാത്രമേ ഇത് വരുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ തവണ 23 ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2014 ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം മെയ് മാസത്തിലായിരുന്നു, മെയ് അവസാനമായിരുന്നു വന്നത്. അപ്പോൾ ഇത്രയും കാലം ഇതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഞങ്ങൾക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് മാറ്റണമെന്നുള്ള തരത്തിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്സവമാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനാർത്ഥികളെ വലിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ പല സ്ഥാനാർത്ഥികളൊക്കെ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് മെയ്യിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ്. കാരണം കേരളത്തിലെ 3 മുന്നണികളും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 1.5 മാസത്തിലേക്ക് ഈ പ്രചരണം നീളുകയാണെങ്കിൽ വലിയ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് കേരളത്തിലെ എത്ര പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികൾക്കൊക്കെ താങ്ങാൻ വേണ്ടി പറ്റുമെന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. ഈ വിഷു ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരു ഏപ്രിൽ 3ാം വാരമോ 4ാം വാരമോ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊരു ആഗ്രഹമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവെ പങ്കുവയ്ക്കുന്നത്. മോത്തി, അതാണ് ഒരു പൊതുസ്ഥിതി. കേരളത്തിലെ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഏത് ഘട്ടത്തിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് അവർ ക്രമീകരിക്കുക എന്നുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശിച്ചിട്ടുണ്ട്, കേരളമടക്കം. ഏറ്റവും ഒടുവിൽ കശ്മീരിലാണ് പോയത്. കശ്മീരിൽ അവസാനമായി സന്ദർശിച്ചിട്ട് ഒരു ഷെഡ്യൂൾ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം, സെക്യൂരിറ്റി ലോജിസ്റ്റിക്സ് നോക്കണം. അതായത് സുരക്ഷാ സേനകളുടെ നീക്കം വിവിധ സംസ്ഥാനങ്ങളിലേക്ക്
പോകുന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിൽ ഇന്നലെ എത്തിയിട്ടുണ്ടാവുക. അത് ഇന്ന് 3 മണിക്ക് പ്രഖ്യാപിക്കും. കാര്യത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. കാരണം കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിരുന്നു. ജമ്മു കാശ്മീരിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ സുരക്ഷ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സാധാരണഗതിയിൽ അവിടെ ഈ ഭീകര സംഘടനകളൊക്കെ ഈ സ്ഥാനാർത്ഥികളെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്, അവരെ ഈ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നത്. അവിടെ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈ സുരക്ഷ അതോടുകൂടി തന്നെ നൽകുന്നതാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അങ്ങനെ നടത്തുകയാണെങ്കിൽ, ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ അതൊരു വലിയ ഈ ലോജിസ്റ്റിക്കൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും സംബന്ധിച്ചുള്ള പ്രഖ്യാപനമായിരിക്കും ഇന്ന് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യത. അതിൽ ആന്ധ്ര വരും, ഒഡീഷ വരും, സിക്കിം വരും, അരുണാചൽ പ്രദേശ് വരും. ഇതിൽ ആന്ധ്രയും ഈ പറഞ്ഞ സുരക്ഷാ വിഷയങ്ങളുടെ പ്രശ്നമുണ്ട്. ആന്ധ്രയിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുടെ ഭീഷണി ഉള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രയും തെലങ്കാനയും. അപ്പോൾ ആന്ധ്രയുടെ വിഷയകാര്യവും ഒക്കെ കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കും ഇത്തവണ ഷെഡ്യൂൾ വരിക. ഏതായാലും 3 മണിവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വിന്യാസമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. 3.4 ലക്ഷം കേന്ദ്രസേന അംഗങ്ങളെയാണ് ഇത്തവണ വിന്യസിക്കുന്നത്. അതായത് 3400 കമ്പനി കേന്ദ്രസേന വിഭാഗങ്ങളെയാണ് വിന്യസിക്കുന്നത്. കേരളത്തിലും പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ പ്രശ്നബാധിത ബൂത്തുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അവിടെയും കേന്ദ്രസേന വിന്യാസം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ പല കണ്ണൂരിലെയും കാസർഗോഡിലെയൊക്കെ പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും ഈ കള്ളവോട്ട് ഉണ്ടാകുന്നുവെന്ന പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഈ കേന്ദ്രസേന വിന്യാസം ഇത്തവണ കേരളത്തിലെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. മലപ്പുറത്തെ ചില ബൂത്തുകളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ആക്ഷേപമുണ്ട്. 3,40,000 കേന്ദ്രസേന ഉദ്യോഗസ്ഥരെയാണ് അല്ലെങ്കിൽ അതിലെ ജീവനക്കാരെയാണ് ഇത്തവണ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിക്കുന്നത്. ഏതായാലും മോദിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നായിരിക്കും അത് സംബന്ധിച്ചുള്ള ആകാംക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം കേരളത്തിലെ എല്ലാ മുന്നണികളും NDAയുടെ 3-4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഒഴികെ ബാക്കി എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും അവർ പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു.